കെവിൻ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPM-ഉം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എല്ലാവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൽ 110 സീറ്റുകൾ CPM നേടും. 110 സീറ്റുകളാണ് നമ്മുടെ ലക്ഷ്യമെന്ന് CPM ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 110 നേടുമെന്ന് പറയുന്നു. 100-ലധികം 110 എന്ന് പറയുന്നു. CPM-ഉം 110 എന്ന് പറയുന്നു. BJP 35 സീറ്റുകൾ നേടുമെന്നും പറയുന്നു. അങ്ങനെ കൂട്ടി നോക്കുകയാണെങ്കിൽ 220-ഉം 35-ഉം 285 സീറ്റുകൾ കേരളത്തിൽ വരേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇവരുടെ ആരുടെ പ്രവചനമായിരിക്കും, ആരുടെ പ്രവർത്തനങ്ങളായിരിക്കും ലക്ഷ്യം കാണാൻ പോകുന്നത്? കേരളത്തിൽ മേഘയ്ക്ക് എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നതിനെ പറ്റി ധാരണയുണ്ടെന്ന് എനിക്കറിയാം. എത്ര മണ്ഡലങ്ങൾ? 140. അതെ, 140. ഈ 140-ൽ 110 സീറ്റ് CPM കൊണ്ടുപോകുന്നു, 110 സീറ്റ് UDF കൊണ്ടുപോകുന്നു, 35 സീറ്റ് BJP കൊണ്ടുപോകുന്നു. ബാക്കി ഈ സീറ്റുകൾ ഉടനെ ഡീലിമിറ്റേഷൻ വല്ലതും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. പുതിയ നിയമസഭാ മണ്ഡലങ്ങൾ വന്നാൽ മാത്രമേ ഇവരുടെ കണക്കുകളൊക്കെ സ്വാധീനിക്കാൻ കഴിയൂ. നോക്കൂ, 110 സീറ്റ്. ബാക്കി ഇവിടെ ഈ പ്രതിപക്ഷ, ഇപ്പം UDF ആയാലും LDF ആയാലും പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ലാത്ത അവസ്ഥയാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ബാക്കി 30 സീറ്റും കൂടെ അവരങ്ങ് എടുക്കണം. എന്തിന് 30 സീറ്റായിട്ട് നിൽക്കണം എന്നൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ചിന്തിക്കണം കെവിൻ, ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇപ്പോഴും കേരളത്തിലെ ജനത തുടർഭരണം ആഗ്രഹിക്കുന്നു, അതും പിണറായി നയിക്കുന്ന തുടർഭരണം, മൂന്നാം പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അതങ്ങനെയല്ല. കൃത്യമായി പറഞ്ഞാൽ നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിലെ CPM-ന്റെ ഒരു സ്റ്റാറ്റ് എടുത്ത് നോക്കിയാൽ 96, 68, 91, 99 അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു സ്റ്റാറ്റ്, അത് മൊബൈൽ നമ്പർ മാത്രമല്ല. ഇന്നലെ MM മണി സഖാവ് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ വസ്തുനിഷ്ഠമായി എത്ര സീറ്റുകൾ നേടും? കഴിഞ്ഞ ദിവസം കനകൂലുവിന്റെ ഒരു പ്രവചനം നമ്മുടെ വയനാട് ക്യാമ്പിൽ നടന്നിരുന്നു. 80 സീറ്റുകൾ നേടും എന്നുള്ളതായിരുന്നു പ്രവചനം. പക്ഷെ അങ്ങനെയല്ല, 110 സീറ്റുകൾ നേടുമെന്നാണ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ പറയുന്നത്. ഈ 110 സീറ്റ് ഈ LDF എന്തുകൊണ്ടാണ് ഈ 110 സീറ്റ് എന്നൊരു മുന്നോട്ട് വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു കൃത്യമായ നറേറ്റീവ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൃത്യമായി ചിന്തിച്ചിരുന്നു. ഇപ്പോൾ BJP-യുടെ വളർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശക്തമായി നിൽക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഇതിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയ വഴി ഒരു കൃത്യമായ നറേറ്റീവ് എന്തിനാണ് കൊടുക്കാൻ പറ്റുന്നത്? അതാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ LDF പറയുകയാണ് ഞങ്ങൾ 110 സീറ്റിൽ വിജയിക്കും എന്ന് പറയുമ്പോൾ ആ നറേറ്റീവ് മനുഷ്യരുടെ ഇടയിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായും. അതായത് അത്തരത്തിലുള്ള 110 സീറ്റ് എന്ന് പറയുമ്പോൾ ഈ 110 സീറ്റിലേക്ക് വിജയിക്കണ്ടേ? വിജയിച്ചാൽ മാത്രമല്ലേ 110 സീറ്റ്. ഈ നോക്കൂ, ഇവർ ഇത്തരത്തിലുള്ള വലിയ വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാഗ് ലൈനുകളും ഇറക്കി വെച്ചിട്ട് ഇത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിയാതെ രണ്ടുപേരും ഒരു സമാസമം വരുന്ന ഒരു കാര്യം ആലോചിക്കുക. ഇവരെങ്ങനെ ജനങ്ങളെ നേരിടും? ഈ 110 സീറ്റുകൾ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് നമ്മൾ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയുന്ന സാധനം ഞാനും മേഘയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം UDF-ന് 110 സീറ്റ് കിട്ടണം, LDF-ന് 110 സീറ്റ് കിട്ടണം. ഇത്തരത്തിൽ ജനങ്ങളെ ടാർഗറ്റ് ഓഫ് ഓഡിയൻസ് ആയിട്ട് വെച്ചുകൊണ്ട് പ്രവർത്തനം. നമുക്ക് കഴിഞ്ഞാൽ ഇടത് തരംഗം അടിച്ചപ്പോൾ പോലും ഇവിടെ ഇടതുപക്ഷത്തിന് 100 സീറ്റുകൾ അടുപ്പിച്ച് 99-100 സീറ്റുകൾ അടുപ്പിച്ച് മാത്രമാണ് കിട്ടിയിരുന്നത്. ആലോചിച്ച് നോക്കൂ, 110 സീറ്റുകൾ നേടുമെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കളൊക്കെ ഞങ്ങളൊക്കെ പിന്നെ കാണാനാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇതേ ചോദ്യം ഇപ്പുറത്ത് വരില്ലേ? നിങ്ങൾ 110 സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ UDF-ലെ മുതിർന്ന നേതാക്കൾ ഇതേ ചോദ്യം ഉന്നയിക്കും. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതൊരു പിണറായി വിരുദ്ധ വികാരവുമാണ്, അതൊരു CPM വിരുദ്ധ വികാരവുമായി മാറിക്കഴിഞ്ഞു. ഇപ്പോ നമ്മൾ റിയലിസ്റ്റിക്കലി ചിന്തിക്കുകയാണെങ്കിൽ UDF പറയുന്ന കാര്യങ്ങളോടാണ് നമുക്ക് കുറച്ചുകൂടി അടുത്തു നിൽക്കാൻ സാധിക്കുന്നത്. അതിനാണ് സാധ്യത കൂടുതൽ. അത് നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പാർട്ടിയോട് അനുകമ്പയുള്ള, പാർട്ടിയോട് സ്നേഹമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നു ഇടതുപക്ഷം ഇനി വരില്ല, ഇടതുപക്ഷത്തിന് അത്രയും വിജയസാധ്യത ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൗൺസ് ബാക്ക് ചെയ്യാൻ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൊണ്ടുവരാൻ അവർക്ക് സാധിക്കണം. പക്ഷെ അതവർക്ക് സാധിക്കുന്നില്ല, അതവർ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ആഴ്ചകൾ കഴിയുന്നു. ഇത്തരത്തിൽ അവരിതൊരു ഭീഷണിയായി മുന്നിൽ കണ്ട് ഇനി നിയമസഭയിൽ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായി മുന്നിൽ കണ്ട് ഒരു പ്രചാരണവുമായി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ, ഒരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ വിജയം കണ്ടേനെ. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല, UDF അവിടെ കൃത്യമായിട്ടൊരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ അവരുടെ ഒരു ആത്മവിശ്വാസം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഈ 110 സീറ്റുകൾ നേടിയില്ലെങ്കിൽ, 100 സീറ്റിന് മുകളിൽ നേടിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് 2 തവണ പറയുന്ന
പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ നമ്മൾ കണ്ടു. അതിപ്പോൾ ഒരു തവണ വെള്ളാപ്പള്ളി നടേശനുമായി ഉരസി പറഞ്ഞതാണെങ്കിൽ രണ്ടാമത്തെ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പത്രമാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു 100 സീറ്റുകൾക്ക് മുകളിൽ ജയിച്ച് നമ്മൾ അധികാരത്തിൽ UDF വന്നില്ല എങ്കിൽ നിങ്ങളുമായി നല്ല അവസാനഘട്ട ഒരു അടിപൊളി വാർത്താ സമ്മേളനവും കൂടി നടത്തിയിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു. അത്രയും കോൺഫിഡൻ്റ് ആണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ UDFനെതിരെ അഴിച്ചുവിടുന്ന പ്രചണ്ഡ പ്രചാരണങ്ങളൊന്നും തന്നെ ഏൽക്കാത്തൊരു സാഹചര്യം, അതെല്ലാം പാളിപ്പോകുന്നൊരു സാഹചര്യം, പഴയ പോലെ CPM-ന് എന്താണ് ലൂപ്പ് ഹോൾസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കൃത്യമായ ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ എവിടെയോ പാളിപ്പോകുന്നുണ്ട്. ഇപ്പോൾ കെബിൻ പറഞ്ഞതുപോലെ UDF-നെതിരെ എന്ത് ആയുധം എടുത്തിറക്കാൻ ശ്രമിച്ചാലും അതെല്ലാം പാളിപ്പോകുന്നുണ്ട്. ഈ പറഞ്ഞ പുനർജനി അഴിമതി എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അത് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ ഒരു ഊർജ്ജമാവുകയാണ് ചെയ്തത്. ജനങ്ങൾ പുനർജനിയിൽ വി ഡി സതീശന് പങ്കില്ലെന്നും പുനർജനി അഴിമതിയിൽ വി ഡി സതീശന് പങ്കില്ലെന്നും അദ്ദേഹം കൈയിട്ട് വാരിയിട്ടില്ല എന്നും 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്താലും പ്രശ്നമാകുന്ന ഒരു തരത്തിലേക്ക് CPM പോയി. അതവരുടെ ഈ പ്ലാനിങ്ങിന്റെ അഭാവം തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതായത് എവിടെയോ വെച്ച് ഇവർക്ക് അമിതമായ ഓവർ കോൺഫിഡൻസ് ഉണ്ടായി. അത് ഈസി വാക്ക് ഓവറാണെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കരുതി. ജനങ്ങൾ അങ്ങ് ജയിപ്പിച്ചു വിടുന്നു. അവിടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടി. നോക്കൂ, 9.5 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യരായാലും ഒരു പാർട്ടിയെ സംബന്ധിച്ചും കോൺഫിഡൻസ് വരാൻ അങ്ങ് ഭരണസിരാ കേന്ദ്രങ്ങളിലും ഭരിച്ച് അങ്ങ് എന്താണ് ആ പീക്ക് ലെവൽ സാച്ചുറേഷൻ ഇരിക്കുമ്പം ആ ഒരു തോന്നൽ വരാം. പക്ഷെ CPM പോലൊരു പാർട്ടിക്ക് അത്തരത്തിലൊരു തോന്നൽ വരാൻ പാടില്ലായിരുന്നു. അവർ ജനങ്ങളിൽ നിന്ന് വിട്ടുപോയി ഏതൊക്കെയോ ഘട്ടങ്ങളിൽ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ജനങ്ങൾ അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്തു. അതിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഇപ്പം നവകേരള സർവേ ഉൾപ്പെടെയുള്ളവർ നടത്താനുള്ള തീരുമാനങ്ങൾ, മേഖലാ ജാഥകൾ നടത്താനുള്ള തീരുമാനങ്ങൾ, പക്ഷേ ഒന്നും അങ്ങോട്ട് എന്താണ് ഒരു ക്ലച്ച് പിടിക്കുന്നില്ല. ആ ഒരു ജനങ്ങളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനുള്ള സംവിധാനം എത്തുന്നില്ല. പിന്നെ ഒറ്റയും തെറ്റിയും എന്ന് പറഞ്ഞ പോലെ തന്നെ ബിനോയ് വിശ്വം പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ജനങ്ങൾക്കൊരു സ്വാധീനം എന്നുള്ളത്. അല്ലാതെ CPM എന്ന് പറയുന്ന പാർട്ടിയെയും അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയും ഇനി കേരളത്തിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിയെന്നതിൽ സംശയമില്ല. അവർക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം നോക്കൂ, ഈ കോൺഗ്രസിനകത്തെ തമ്മിത്തല്ല് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ പറയുന്നത് അത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്? CPM കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിനകത്ത് തമ്മിത്തല്ല് എന്നുള്ള ക്യാപ്സ്യൂളുകൾ, അവർക്ക് സ്വയം നിർമ്മിത ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റൊരു നെറേറ്റീവിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇനിയും ഇടതുപക്ഷം വരും, അവർ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയുമായിരിക്കുന്ന ഈ താഴെത്തട്ടിലെ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഒരു പോക്ക് നടക്കുന്നത്. അപ്പോൾ തേച്ചുമാച്ച് കളഞ്ഞാൽ പോലും പോകാത്തത്ര പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിന്റെയും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ പിണറായി സർക്കാരിന്റെ തലയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമൊക്കെ ഇനി ഏത് കാലത്ത് മുങ്ങിപ്പോകാനാണ് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ UDF പറയുന്ന 110 സീറ്റ് ഇപ്പോൾ വി ഡി സതീശൻ അത്രമേൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. റിയലിസ്റ്റിക്കലി നമ്മൾ പറയുമ്പോൾ 110 നേടില്ലായിരിക്കാം, 80-85 എന്ന് നമ്മൾ പറയുന്നു. എന്ത് തന്നെയായാലും UDFന്റെ പ്രഡിക്ഷനുകൾ അനുസരിച്ച് അതിലേക്കാണ് ഇപ്പോഴുള്ള കേരളത്തിന്റെ സാഹചര്യം നീങ്ങുന്നത്.